രാവിലെ തന്നെ റൂം വെക്കേറ്റ് ചെയ്ത് നവി മുംബൈയിലോട്ട് പോകാൻ തീരുമാനിച്ചു. ഇന്ന് ഈവനിംഗ് ആണ് ജയ്പൂരിലേക്കുള്ള ട്രെയിൻ. ഓവർനൈറ്റ് ട്രെയിനാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. നാളെ രാവിലെയോട് കൂടി ജയ്പൂരിലോട്ട് ട്രെയിൻ എത്തും. ബാന്ദ്ര റെയിൽവേ സ്റ്റേഷൻ്റെ ക്ലോക്ക് റൂമിൽ ലഗേജും വെച്ചിട്ട് അവിടെ നിന്ന് നേരെ ലോക്കൽ ട്രെയിനും എടുത്ത് ചർച്ച് സ്ട്രീറ്റ് റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകാൻ തീരുമാനിച്ചു. ഇന്ന് എൻ്റെ വേറൊരു സുഹൃത്ത് വരുന്നുണ്ട്, അലീന പ്രധാൻ. പണ്ട് +2 കഴിഞ്ഞ് എൻട്രൻസ് കോച്ചിന് പോകുന്ന ടൈമിലുള്ള പരിചയം. 8 വർഷത്തിന് ശേഷം ഇപ്പോഴാണ് കാണുന്നത്. റെയിൽവേ സ്റ്റേഷനിൽ ഷെയർ ടാക്സി എടുത്ത് അവൾ പഠിക്കുന്ന കോളേജിൻ്റെ അടുത്തോട്ട് പോയി. പോകുന്ന വഴിക്ക് ഇന്നലെ കണ്ട വിക്ടോറിയ ഫൗണ്ടൈനും സ്ട്രീറ്റും കാണാൻ വരുന്നു. അങ്ങനെ അവിടെ എത്തി ഉച്ചക്കത്തെ ഫുഡും കഴിച്ച് ലസ്സിയും കുടിച്ച് നേരെ ആർട്ട് ഗാലറിയിലോട്ട് പോയി. ഇന്നത്തെ മെയിൻ പ്ലാൻ ആർട്ട് ഗാലറീസ് വിസിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. മെയിനായിട്ട് 2 പ്ലേസാണുള്ളത്, ജഹാംഗീർ ആർട്ട് ഗാലറിയും നാഷണൽ ഗാലറി ഓഫ് മോഡേൺ ആർട്ടും. ആദ്യം പോയത് നാഷണൽ ഗാലറി ഓഫ് മോഡേൺ ആർട്ടിലേക്കാണ്. ഹെറിറ്റേജ് ബിൽഡിംഗ്, അതിൻ്റെ അകത്താണ് ഗാലറി സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓൾമോസ്റ്റ് ഒരു 1400ഓളം ആർട്ട് വർക്ക്സ് അതിൻ്റെ ഉള്ളിലുണ്ട്. സ്കൂളിൽ നിന്ന് കുട്ടികളെല്ലാം ഗ്രൂപ്പായിട്ട് എക്സ്കർഷൻ വന്നിട്ടുണ്ട്. എക്സിബിഷൻ, ഫിലിം സ്ക്രീനിങ് ഒക്കെ അവിടെ നടക്കാറുണ്ട്. ആർട്ട് ഗാലറിയുടെ പുറത്തും പരിസരത്തും ലോക്കൽ ആർട്ടിസ്റ്റുകൾ ചെയ്ത ആർട്ട് വർക്ക്സ് നമുക്ക് കാണാം. ആവശ്യക്കാർക്ക് അവിടെ നിന്ന് പെയിൻറ്റിങ് മേടിക്കാം. അതിനുശേഷം അടുത്ത് തന്നെയുള്ള ജഹാംഗീർ ആർട്ട് ഗാലറിയിൽ കയറി. മറ്റേതിനെ അപേക്ഷിച്ച് നന്നേ ചെറുത്. അവിടെയും കുറച്ചു നേരം ടൈം സ്പെൻഡ് ചെയ്ത് പുറത്തു വന്നു. എന്നിട്ട് നേരെ അടുത്തുള്ള ട്രെയിൻ പിടിച്ച് ബാന്ദ്ര റെയിൽവേ സ്റ്റേഷനിലിട്ട്. ജയ്പൂരിലോട്ട് പോകാനുള്ള ട്രെയിനിൻ്റെ സമയം അടുക്കാറായി. യാത്രകൾ തുടരുകയാണ്.